കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയ്ക്കായി കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ആരാധനയിൽ പങ്കെടുക്കുന്നവരെയും കർത്താവ് യേശു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായി തീർന്ന അവസരത്തിനായി സ്തോത്രം. നാം കേട്ട സാക്ഷ്യങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരയറ്റാം. ദൈവം ഓരോരുത്തരെയും എത്രയോ നിർണായകമായ അവസരങ്ങൾ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് വളരെ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കാനിടയാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കൊരിന്ത്യ ലേഖനത്തിൻ്റെ അവസാന ഭാഗമാണ്. 1 കൊരിന്ത്യ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്രമാനുഗതമായിട്ട്. ഇന്ന് നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ കൺക്ലൂഷൻ പാർട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു, റിസോഴ്സസ് ഫോർ ഹെൽത്തി സ്പിരിച്വൽ ലിവിങ് എന്ന് നമുക്ക് ടൈറ്റിൽ ചെയ്യാം. ഒരു ആരോഗ്യകരമായ ആത്മീയ ജീവിതം നമുക്ക് പടുത്തുയർത്തുവാനായിട്ട് എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമാണ്, അല്ലെങ്കിൽ എന്തെല്ലാം അതിൽ കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിസോഴ്സസ് ഫോർ ഹെൽത്തി സ്പിരിച്വൽ ലിവിങ്. ആത്മീയ ജീവിതം നിലനിർത്തുവാനും വളരുവാനും അതിൽ മുന്നോട്ട് പോകാനും നമുക്ക് ആവശ്യമായിട്ടുള്ള നിരന്തരമായി നമുക്ക് ആവശ്യമായുള്ള ചില സ്ട്രെങ്ത് നമുക്കുണ്ട്, ചില റിസോഴ്സുകളുണ്ട്. ആ റിസോഴ്സുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഒരിക്കൽ ആരംഭിച്ചു എന്ന് വിചാരിച്ച് ആത്മീയ ജീവിതത്തിന് സ്ഥിരത ഉണ്ടാവണമെന്നോ മുന്നോട്ട് വളരണമെന്നോ ഒന്നും നിർബന്ധമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞ പല സമയങ്ങളിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെയാണ് കൊരിന്ത്യർക്ക് എഴുതുവാനുണ്ടായ ഈ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്ന് എന്നതിനെപ്പറ്റി നമ്മൾ കേട്ട് കഴിഞ്ഞു. സഭയ്ക്കകത്ത് ഉണ്ടായി വന്നിട്ടുള്ള പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഭിന്നതകൾ, ഒരു അന്യ ആരാധനാ പശ്ചാത്തലമുള്ള കൊരിന്ത്യർക്കിടയിലുള്ള കൊരിന്ത്യ സമൂഹത്തിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകൃഷ്ടരായ ഒരു ഒറ്റ മനുഷ്യർ, അവർ ക്രിസ്തു സ്നേഹത്തിൽ ആത്മാവിൽ അവർ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് അവർ വളരുകയായിരുന്നു. ആ വളർച്ചയിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ പറ്റിയാണ് ഇവിടെ അവർ ചോദ്യം ചെയ്യുന്നതും അതിന് മറുപടി കിട്ടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിനെ പിൻപറ്റാത്ത ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് കടന്നു വരികയും ക്രിസ്തുവിൻ്റെ ജീവിത വഴികളെപ്പറ്റി പഠിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം അവർ കെട്ടിപ്പടുക്കുക ചെയ്തപ്പോൾ എല്ലായ്പ്പോഴും ഒറ്റയടിക്കൊന്നും അതൊന്നും ശരിയായ രൂപത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. കർത്താവിനെ അറിഞ്ഞതുകൊണ്ടോ, നമ്മൾ സ്നാനപ്പെട്ടതുകൊണ്ടോ, നമ്മൾ കർത്താവിൻ്റെ സഭയിൽ വരുന്നതുകൊണ്ടോ, ഒരുമിച്ച് ആരാധിക്കുന്നതുകൊണ്ടോ ഒന്നും ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിപ്പെടണമെന്ന് നിർബന്ധമില്ല. അതിനൊക്കെ ഒരു പക്ഷേ ഒത്തിരി പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഒരു ദൈവിക വ്യക്തിയായി മാറുക, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് അടുക്കുക, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഒരു ജീവിതശൈലിയും ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി നാളുകളുടെ പരിശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇവർ നേരിട്ട് ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്. ഒന്ന്, സഭയ്ക്കകത്ത് പ്രതിസന്ധികളുണ്ടാകുന്നു, ഭിന്നതകളുണ്ടാകുന്നു, പക്ഷം ചേരുന്നു. ഇതൊക്കെ നോർമലി സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ക്രിസ്തീയ സഭയ്ക്ക്, ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ഇത് ബാധകമാവില്ല. അതാണ് എൻ്റെ പ്രശ്നം. സമൂഹത്തിൽ ഇതെല്ലാം ഉണ്ട്, സമൂഹത്തിൻ്റെ ഭാഗമാണിതെല്ലാം. സമൂഹത്തിൻ്റെ പരിച്ഛേദത്തിൽ നാം കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ ഭിന്നതകളും വഴക്കും പക്ഷം ചേരലുകളൊക്കെ ഈ സത്യമായ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ ഘടനയ്ക്കകത്ത് ഇതൊന്നും ബാധകമല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. ക്രിസ്തുവിൽ നമുക്ക് ആരുടെയും പക്ഷം പിടിക്കാൻ കഴിയില്ല. ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷമോ ഞാൻ പൗലോസിൻ്റെ പക്ഷമോ എന്ന് അങ്ങനെയൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ എല്ലാം ക്രിസ്തുവിൽ ജനിച്ചവരാണ്, ക്രിസ്തുവിൻ്റെ ഭാഗമാണ്. ഒരേ ആത്മാവ്, ഒരു ദൈവം, ഒരു സ്നാനം, അങ്ങനെ നമ്മളിൽ ഐക്യതയുടെ, ഒരുമയുടെ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നു. പിന്നെ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അന്നത്തെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി നീന്തുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ അവിടെയുണ്ട്. മ്ലേച്ഛമായ ജീവിതശൈലികൾ, മ്ലേച്ഛത എന്ന് ഈ ഭാഗത്ത് നോക്കുമ്പോൾ മ്ലേച്ഛതയാണെങ്കിലും മറ്റൊരു ജീവിത വീക്ഷണകോണിൽ മ്ലേച്ഛതയായി കാണാൻ നിർബന്ധമില്ല. സമൂഹത്തിൽ തന്നെ പലതരം നൈതിക അല്ലെങ്കിൽ നീതിബോധങ്ങളുണ്ട്, പലതരം ആചാര രീതികളുണ്ട്. ചിലയിടത്ത് മ്ലേച്ഛത എന്ന് പറയുന്ന പല കാര്യങ്ങളും ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്താണ് സഭ നിലനിൽക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ
എക്സ്ട്രാ മാരൈറ്റൽ റിലേഷൻഷിപ്പ്, അതായത് വിവാഹത്തിനപ്പുറത്തുള്ള ബന്ധങ്ങളെല്ലാം തെറ്റെന്ന് നിശ്ചയിക്കുന്ന ഒരു നിയമം ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുമ്പത്തെ വർഷമാണോ അങ്ങനൊരു കാര്യമില്ല. അതൊക്കെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ മാറുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ ഭാരതത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ശരികളും തെറ്റുകളൊക്കെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു പ്രയാസമുണ്ട്. അവിടെയാണ് നമുക്ക് വചനത്തിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പണിതെടുക്കേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം വരുന്നത്. ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറ വരെ ശരിയെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് ശരിയല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ശരിയെന്ന് മനസ്സിലാക്കിയ പല കാര്യങ്ങളും അത്ര പ്രശ്നം അല്ല, തെറ്റെന്ന് മനസ്സിലാക്കിയ പല കാര്യങ്ങളും അത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ഇളക്കുന്ന, നമ്മളെ പ്രയാസത്തിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്ര ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ 16-ാം അധ്യായത്തിൽ കാണുന്നത്. അതിൻ്റെ 13 മുതൽ 24 വാക്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ വചനം നമുക്ക് ശ്രവിക്കുവാനുള്ളത്. ഞാൻ രണ്ട് ടൈറ്റിലാണ് അതിനെ വിഭജിക്കുവാനായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് റിസോഴ്സസ് ഫോർ കളക്റ്റീവ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന, നിലനിർത്തുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അതിനാവശ്യമായ ചില റിസോഴ്സസുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്നുള്ളതാണ്. 13-ാം വാക്യം പറയും നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക, അലേർട്ടായിരിക്കുക എന്നൊക്കെ പറയുന്ന ആ പദപ്രയോഗമാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു ദൈവത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അലേർട്ട്നെസ് അല്ലെങ്കിൽ വിജിലൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്. വിജിലൻസ് അല്ലെ അലേർട്ട്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പക്ഷേ അമ്മമാരിലായിരിക്കും, കുഞ്ഞു മക്കളുടെ അമ്മമാരിലായിരിക്കും അലേർട്ട്നെസ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത്. കാരണം അവരെപ്പോഴും ആ കുഞ്ഞിനൊരു അപകടത്തിൻ്റെ സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. തിരിഞ്ഞു കിടന്നാലോ മറഞ്ഞു കിടന്നാലോ കൂടെ കിടത്തിയാലോ എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു അലേർട്ടായിരിക്കും. ഏത് രാത്രിയിലും ആ കരച്ചിൽ കേട്ടാൽ ഒന്ന് അനങ്ങിയാൽ അവരുടെ മനസ്സ് എപ്പോഴും അലേർട്ടായിരിക്കും. ഒരു അമ്മമാരുടെ കുഞ്ഞു മക്കളുള്ള അമ്മമാരുടെ മനസ്സങ്ങനെയാണ്. അവരെല്ലാം എപ്പോഴും അലേർട്ടായിരിക്കും. അവരുടെ കുഞ്ഞിനെ പറ്റിയുള്ള ആ ചിന്ത എപ്പോഴും അവരെ ഒന്ന് തിരിഞ്ഞാൽ ഒന്ന് ചാടിയാൽ എപ്പോഴും അവർ അലേർട്ട്നെസ് അവരുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു അലേർട്ട് ഏരിയ ആണ് ഈ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഭടന്മാരുടെ. നമ്മുടെ ശ്രദ്ധയെന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവനാണ് പോവുക. അതുകൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കുക. അവൻ്റെ ജീവൻ എടുത്തില്ലെങ്കിൽ അവൻ എൻ്റെ ജീവൻ എടുക്കും. ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ അലേർട്ടാകുന്ന പല മേഖലകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവ ഇതിലെപ്പോഴും അലേർട്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? നമ്മളുടെ ജീവിതത്തോട് എപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു തിന്മയുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? നാം ഒരു അടിമത്തത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. എന്തടിമത്തിൽ നിന്ന്? തിന്മയുടെ, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, സാത്താന്യ അടിമത്തത്തിൽ നിന്നാണ് ക്രിസ്തു നമ്മൾ സ്വതന്ത്രരാക്കി ഇവിടെ കൊണ്ടുവന്നത്. അടിമപ്പെടുത്തുന്ന ഒരു ശക്തിയും ഒരിക്കലും വെറുതെ ഇരിക്കുകയില്ല. എപ്പോഴും അതിനെ അടിമപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. സാത്താൻ്റെ പ്രവൃത്തികൾക്ക് എപ്പോഴും നമ്മൾ അടിമപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഉടനീളം നമ്മൾക്കത് കാണാൻ കഴിയും. എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അവർ മാറിപ്പോയോ, എപ്പോഴൊക്കെ ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയോ, എപ്പോഴൊക്കെ ദൈവസ്നേഹത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയോ, അപ്പോഴൊക്കെ അവർ അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ അടിമത്തം കേവലം ഈജിപ്തിൽ അല്ലെങ്കിൽ മിസ്രൈമിൽ ഒതുങ്ങുന്നില്ല. അവിടുന്ന് സ്വതന്ത്ര രാഷ്ട്രമായി രാജാവും രാജ്യമൊക്കെ ആയിട്ട് പോലും എപ്പോഴും ഒരു ബാബിലോണോ ഒരു അസീറിയൊക്കെ അവർക്ക് വെയിറ്റ് ഇരിക്കുകയായിരുന്നു. എന്താണ് കാരണം? എപ്പോഴെല്ലാം അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയോ അവിടെയെല്ലാം അവർക്കെതിരെ ഒരു ശത്രു വന്നിരുന്നു. അപ്പോൾ ദൈവം ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നാം പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്, ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് മാറ്റി ഒരു ദൈവികമായ പദ്ധതിയിലേക്ക് മാറ്റിയവരാണ്. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം പകർന്നതാണ്, അഭിഷേകം പകർന്നതാണ്. എന്നിരുന്നാൽ കൂടിയും എപ്പോൾ വേണമെങ്കിലും ആ അലേർട്ട്നെസ് മാറിയാൽ നമ്മളിലേക്ക് ആ അടിമത്തത്തിൻ്റെ ആ സാധ്യതയുണ്ട്. ശിംശോൻ വളരെ പവർഫുള്ളായിരുന്നു. വളരെ ആധികാരികമായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ഒത്തിരിയേറെ ശത്രുവിനെ നിഗ്രഹിച്ചു. പക്ഷേ ഒരല്പം ശ്രദ്ധ മാറിപ്പോയി. ആ നിമിഷങ്ങളിൽ അവൻ്റെ ജീവിതവും അവൻ്റെ ശുശ്രൂഷയും എല്ലാം അവസാനിച്ചു പോവുകയാണ്. ഇത് തന്നെയാണ് ഓരോ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ യാഥാർത്ഥ്യം മാറിപ്പോയി, നമ്മുടെ വിജിലൻസ്, നമ്മൾ ആ വിജിലൻ്റ് അലേർട്ട്നെസ് നമ്മളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അപകടത്തിൻ്റെ സാധ്യത, നമ്മളിലേക്ക് തിന്മ പ്രവേശിക്കാനുള്ള സാധ്യത, പാപം പ്രവേശിക്കാനുള്ള സാധ്യത, അശുദ്ധി പ്രവേശിക്കാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ദൈവവേദലിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.
ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഒരു ദൈവത്തിൽ കഴിയുന്നിടത്താണ് നമ്മുടെ സേഫ്റ്റി ഇരിക്കുന്നത്. അദ്ദേഹം പറയുക, നിങ്ങൾ ഈ കുഴപ്പങ്ങളെല്ലാം ചെന്ന് ചാടിയില്ലേ, ഈ ഭിന്നതയും വഴക്കും മ്ലേച്ഛകളെല്ലാം ചാടിയില്ലേ, നിങ്ങൾക്ക് എന്നെ പറ്റിയെന്നറിയാമോ? നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളുടെ അലേർട്ട്നെസ് പോയി, നിങ്ങളുടെ ശ്രദ്ധ പോയി, ക്രിസ്തുവിലുള്ള ഏകാഗ്രത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ശത്രുവിനെ നിങ്ങളെ ഈ വേർതിരിക്കപ്പെട്ട ഈ സാംസ്കാരികത നിങ്ങളെ കീഴ്പ്പെടുത്തുക പിന്നെയും ചെയ്യുന്നത്. ദൈവമക്കളെ, നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. അലേർട്ടായിരുന്നില്ലെങ്കിൽ നമ്മളിലുള്ള വിശ്വാസത്തെ ചോർത്തി കളയാനായിട്ട് പിശാചിന് കഴിയും. അത് ഒറ്റയടിക്ക് വന്ന് എടുത്തു കളയാതിരിക്കുകയല്ല, ചെറുതായിട്ട് ഒരു വലിയ പാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു സുഷിരമിട്ടാൽ അത് പെട്ടെന്നൊന്നും വെള്ളം ചോർന്നു പോകത്തില്ല. ചിലപ്പോൾ നാളുകൾ കഴിയുമ്പോൾ, ആഴ്ചകൾ കഴിയുമ്പോഴായിരിക്കും ആ വെള്ളം തീർന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു നഷ്ടം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും വാച്ച്ഫുള്ളായിരിക്കുക എന്നുള്ളത് ദൈവാത്മാവ് നമ്മളോട് പറയുന്നു. നമ്മളെപ്പോഴും വാച്ച്ഫുള്ളായിരിക്കുക, കെയർഫുള്ളായിരിക്കുക. ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് നിശ്ചയിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഉറപ്പുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ കുലുങ്ങാത്തവരായിരിക്കുക എന്ന് പറയുന്നു. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ എന്നുള്ളതാണ് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. നിലനിൽക്കുക, നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്ത് നമുക്ക് നിലനിൽക്കാൻ കഴിയണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ദൈവം പ്ലേസ് ചെയ്തെടുത്ത് നമുക്ക് നിലനിൽക്കാൻ കഴിയണം. നമ്മളിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. കാരണം അത് എപ്പോഴും ഇതുപോലെ ചലഞ്ച് ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഒരിക്കലായി നിങ്ങൾക്ക് വേണ്ടി പരമേൽപ്പിക്കട്ടെ വിശ്വാസത്തെപ്പറ്റി എഴുതുവാൻ എനിക്ക് തോന്നുന്നു. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത അത് അതിവിശുദ്ധമായ വിശ്വാസമാണ്. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്, ഒരിക്കലായി ഏൽപ്പിക്കപ്പെട്ടതാണ് ഈ വിശ്വാസം. നാം ക്രിയേറ്റ് ചെയ്തതല്ല, നമ്മൾ ആരുടെയും എവിടെയെങ്കിലും പോയി നമ്മൾ തപസ്സിരുന്ന് ഉണ്ടാക്കിയതല്ല ഇതൊന്നും. ഇത് നമ്മളിലൂടെ ദൈവത്തിന് കരുണ തോന്നിയപ്പോൾ ദൈവത്തിന് നമ്മളിലൊരു വിശ്വാസത്തെ തരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരു ക്രിയ ചെയ്തു. ഒരുപക്ഷെ ഒരു സൗഖ്യമായിരിക്കാം അതിൻ്റെ കാരണം, ഒരുപക്ഷെ നമ്മുടെ സംശയത്തിന് മറുപടിയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ പ്രതിസന്ധിയിൽ ദൈവം ഇടപെട്ടായിരിക്കാം ആ വിശ്വാസത്തിൻ്റെ തുടക്കം സംഭവിച്ചിട്ടുള്ളത്. അത് പലരിലും പല രൂപത്തിലായിരിക്കാം ദൈവം നമ്മളെ സ്പർശിച്ച് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ കർത്താവിനെ കാണാനായിട്ട് ഇടയുണ്ടാക്കി. അത് അവൻ്റെ പദ്ധതിയാണ്, നമ്മൾ ആരംഭിച്ചതല്ല, നമ്മൾ പ്രതീക്ഷിച്ചതല്ല, നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുത്തതല്ല, നമ്മൾ അതിനുവേണ്ടി ഉദ്യമങ്ങളൊന്നും നടത്തിയതല്ല. മറിച്ച് ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നിയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ ഒരാവശ്യമുള്ള ഘട്ടത്തിലോ അവൻ ഇറങ്ങി വന്നു. അങ്ങനെയല്ലേ നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുക? മനുഷ്യരെ നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിക്കുക? എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കുന്ന ഒരാളെ എനിക്ക് ഓട്ടോമാറ്റിക്കലി വിശ്വസിക്കാൻ കഴിയില്ലേ? കഴിയും. നാളെയും അയാൾ എന്നെ സഹായിക്കും നമ്മൾ വിചാരിക്കില്ലേ? അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ ആരംഭിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് തുടങ്ങി. അവൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നു. വേറെ ആരും സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാനുണ്ട് എന്ന് അവൻ നമ്മളെ ഉറപ്പിച്ചപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്, ലോകത്തിൽ ആരും ഇല്ലെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ ആരംഭിച്ചില്ലേ? അങ്ങനെയല്ലേ നമ്മൾ കർത്താവിനെ വിശ്വസിക്കാനും ആശ്രയിക്കാനും ആരംഭിച്ചത്? അതെ, ആ വിശ്വാസത്തിൽ നിലനിൽക്കാനാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കാം? ആ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന ഒത്തിരി എലമെൻറ്റ്സ് പിന്നെ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളിൽ സംശയം വിതയ്ക്കുന്ന കാര്യങ്ങളും ചുറ്റുമുണ്ട്, നമ്മളിൽ ഭയം വിതയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്, ദൈവത്തിൽ വിശ്വസിപ്പിന്ന് പറയാൻ കാരണം എന്താ? ഈ ഭയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഭയത്തിലാണ് നമ്മളിൽ നിന്നുള്ള ദൈവകൃപ ചോർന്നു പോകുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറയുക, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ പറയുക, വിശ്വാസത്തിൽ തന്നെ തുടരാനായിട്ട് ആവശ്യപ്പെടുക. നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിൻവാങ്ങിപ്പോകരുത്, പുറകോട്ട് പോകരുത്, വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇത് നമ്മുടെ ബലം കൊണ്ട് കഴിയുന്നതല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ദൈവാശ്രയ ബോധത്തിൽ മാത്രം കഴിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ വിശ്വസിച്ചവനെ മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ നിരന്തരമുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ, നിങ്ങൾക്ക് ഉറപ്പുള്ള ബന്ധമുള്ള ഒരാളെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാതിരിക്കുകയും കോൺടാക്റ്റ് ചെയ്യാതിരുന്നാൽ ആ ബന്ധം എത്രത്തോളം നിലനിൽക്കും? ആ ബന്ധത്തിന് എത്രത്തോളം ആയുസ്സുണ്ടാവും? നമ്മൾ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ നിരന്തരം കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കും. ആ വ്യക്തിയോട് നമ്മൾ നിരന്തരം ടെക്സ്റ്റുകൾ അയക്കുകയോ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവുമായുള്ള ബന്ധത്തിനകത്ത് പ്രാർത്ഥനകൾ കുറയുമ്പോൾ, ദൈവസേനയുള്ള ദൈവവചനത്തിലുള്ള ധ്യാനം കുറയുമ്പോൾ, ദൈവവചനത്തിൻ്റെ കേഴിവ് കുറയുമ്പോഴൊക്കെ നമുക്ക് സംഭവിക്കുന്ന ബന്ധം മറ്റുപോവുകയും ആ വിശ്വാസം ശോഷിച്ചു പോവുകയൊക്കെ ചെയ്യും. നിരന്തരമായി ദൈവവചനത്തോട് അടുക്കാനായിട്ട് നമുക്ക് കഴിയണം. കാരണം എന്താണെന്നറിയാമോ? കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? ഒരു റെയ്ഡ്
കേരളത്തിലുടനീളം നടക്കുക. ഇത്ര ഭീകരമായ രീതിയിലാണ് തലമുറകളെ തകർക്കുന്ന തരത്തിൽ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഇവിടെ വല്ലാതെ ഒഴുകിയത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. എത്ര രൂക്ഷമായിരുന്നു ഇതിൻ്റെ അവസ്ഥകൾ. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര ഭീകരമായ രീതിയിൽ നമ്മുടെ തലമുറകൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? വിശ്വാസമൊന്നുമല്ല, പുതിയ തലമുറകളിൽ വിശ്വാസമൊക്കെ അനാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അത് ഒരു വശം മാത്രമാണ് ഞാൻ പറയുന്നത്. അവിശ്വാസം കയറി വന്ന് എത്തീസം, ദൈവം ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്ന ചിന്തകൾ, ഇതെല്ലാം കയറി വല്ലാതെ തലമുറകളെ തകർക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ആ കാതലായ ഗുണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ തിരിച്ചറിയേണ്ട വിശ്വാസത്തിൽ നിലനിൽക്കണം. അത് ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറയും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ സാക്ഷ്യം നമ്മളിപ്പോൾ കേട്ടെ. അവരെ ആരാകുക എന്നുള്ളതല്ല പ്രധാനം, അവർ ക്രിസ്തുവിലായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് പറയുന്നതിൻ്റെ ആ വെളിപ്പാടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മളിപ്പോഴത്തെ വെപ്രാളം എന്താണെന്നറിയാമോ? അവരാരെങ്കിലും ആക്കാനുള്ള വെപ്രാളത്തിലാണ് നമ്മൾ. ഈ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ, ലോകത്തിൽ ആരെങ്കിലും ആകണമെന്നുള്ള അവരാരെങ്കിലും ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ കുറഞ്ഞു വരുന്നത്, വിശ്വാസത്തിന് ആളുകളില്ലാതായി വരുന്നത്. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ പ്രധാന മേഖലകളെല്ലാം പ്രതിസന്ധി നേരിടുന്നത്. ആ ഒരു സഭയെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്, ക്രിസ്തുവിനെ അറിഞ്ഞ സമൂഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രതിസന്ധിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ദർശനമുള്ള മാതാപിതാക്കൾ കുറഞ്ഞുപോയി. ഇതതിൻ്റെ പ്രശ്നം. നാളെ ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറഞ്ഞുപോയി. ഞാൻ പ്രാപിച്ച ദൈവവിശ്വാസം നാളുകൾ എൻ്റെ തലമുറയിൽ നിൽക്കണമെന്നുള്ള ദർശനമില്ലാതെ പോയി. നമ്മൾ ആഗ്രഹിക്കുന്നതെന്നറിയാമോ? നാളുകൾ എൻ്റെ സ്വത്ത് ഇതിനേക്കാൾ നല്ല രീതിയിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങി. എൻ്റെ പദവി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. പക്ഷേ എന്നെ ഇങ്ങനെ ആക്കി എൻ്റെ ദൈവം എൻ്റെ കൂടെ, എൻ്റെ തലമുറയുടെ കൂടെ കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. അവിടെ നമുക്ക് ഒരു കുറവുണ്ട്. നമ്മളത് പരിഹരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ മാത്രമല്ല എൻ്റെ തലമുറകളും ദൈവത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അത് പ്രധാനപ്പെട്ട കാര്യം. അതാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. പുരുഷത്വം കാണിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നു. കറേജസ് ആവുക, സ്ട്രോങ് ആവുക. കറേജ് എന്നാണ് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഈ ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളിലുള്ള ധൈര്യമൊന്നുമല്ല, അല്ലേ? നമ്മളിലുള്ള ധൈര്യമല്ല. ഒരു കുഞ്ഞ് വളർന്നു വരുന്ന രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു എബിലിറ്റിയാണ് ധൈര്യം എന്ന് പറയുന്നത്. അത് ക്രമേണ ഒരു കാര്യം ചെയ്ത് വിജയിക്കുമ്പോഴതിന് ധൈര്യം ഉണ്ടാകുന്നത്. നടക്കാറാകുമ്പോൾ അതിന് ധൈര്യം ഉണ്ടാകും, നടക്കാൻ പറ്റും. ഓടി ഒന്ന് ശ്രമിച്ച് വിജയിച്ചാൽ അത് വിചാരിക്കും എനിക്ക് ഓടാൻ കഴിയും. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ധൈര്യം രൂപപ്പെട്ട് വരുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളായി വരുമ്പോഴാണ് നമുക്കതിനകത്ത് ധൈര്യം രൂപപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ വളർത്തണമെന്ന് പറയാൻ കാരണം. അവർക്ക് വളർന്ന് അവർ പ്രൂവ് ചെയ്യണം, ഐ എം ഓക്കെ, ഐ ക്യാൻ ഡു. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ വളർത്തണം എന്ന് പറയാൻ കാരണം അതാണ്. എന്തിലാണ് നമ്മുടെ ധൈര്യം ഇരിക്കുന്നത്? നമ്മളിലാണോ ധൈര്യം ഇരിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ധൈര്യം നമ്മളിലാണുള്ളത്. എനിക്കത് കഴിയും, എനിക്കതിന് പ്രാപ്തിയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. പക്ഷേ ഇതിലാണോ നമ്മുടെ ക്രൈസ്തവ ധൈര്യം ഇരിക്കുന്നത്? അല്ല, അവിടെയല്ല ഇരിക്കുന്നത്. ദാവീദിൻ്റെ ലൈഫിൽ നമ്മൾ പരിശോധിച്ചാൽ ദാവീദ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദാവീദിനോട് ഗോലിയാത്ത് പറയുന്നത് എങ്ങനെയാണ്? നീ ഒരു എന്താ പറയുക, നിന്നെ ഞാൻ ഇന്ന് കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കും എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ സൈനികളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. ദൈവത്തിലുള്ള ആശ്രയത്തിലാണ് നമ്മുടെ ധൈര്യത്തിൻ്റെ സോഴ്സ് ഇരിക്കുന്നത്. ദൈവാശ്രയ ബോധത്തിലാണ്. കാരണം നാം ഇന്ന് മുറുകെ പിടിക്കുന്ന പല കാര്യങ്ങളെ, ധൈര്യത്തിൻ്റെ പല കാര്യങ്ങൾക്കും ഒരു പരിധി കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ തന്നെ അനുഭവിച്ചറിഞ്ഞുള്ള കാര്യങ്ങളാണ്. പണത്തിന് മീറ്റ് ചെയ്യാൻ പറ്റാത്ത പല മേഖലകളുണ്ട്, അറിവിന് പരിഹരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, ബന്ധുബലം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും വർക്കാകാതെ നാം ഒറ്റയ്ക്കായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ധൈര്യം തരുന്നത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ്, അല്ലേ? അതല്ലേ അവിടെയാണ് എൻ്റെ ധൈര്യം. എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ആത്യന്തികമായിട്ടുള്ള എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ആ റിസോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ ആഴമേറിയ ബോധ്യങ്ങളാണ്. മറ്റ് എല്ലാത്തിനും ധൈര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ ചില ഘട്ടങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ബലം കുറയുന്ന നമ്മൾ തിരിച്ചറിയും. ഇതെല്ലാം നാം ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ. ഇത് പുതിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് എവിടെയൊക്കെയോ ധൈര്യം ചോർന്നു പോകുന്നു. ആ ഘട്ടത്തിലല്ലേ കർത്താവ് പറഞ്ഞ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്.
ഞാൻ നിൻ്റെ കൈവിടത്തില്ല, എൻ്റെ ഉപേക്ഷിക്കുകയില്ല. ആ ശബ്ദം കേട്ടല്ലേ പലപ്പോഴും ചില നിർണായക ഘട്ടങ്ങൾ നമ്മൾ ജീവിതം കടന്നുപോയത്. ചില പ്രത്യേക ഘട്ടങ്ങൾ കടന്നുപോയത് ഈ ശബ്ദം കേട്ടിട്ടാണ്. നമ്മുടെ ചുറ്റും ആരുമില്ല എന്നും എന്നെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ ആർക്കും കഴിയില്ല എന്നും ബോധ്യപ്പെട്ട ചില സമയങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പുഞ്ചിരിക്കാൻ തുടങ്ങിയത്, അവിടെ നമ്മൾ ധൈര്യം ഉള്ളിലുണ്ടായി. ജീവിതത്തിൽ ധൈര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് ധൈര്യം? കർത്താവിലുള്ള ധൈര്യം, കർത്താവിൽ അധിഷ്ഠിതമായ ധൈര്യം. നിങ്ങൾ നോക്കുക, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം ഈ ഭക്തന്മാർ കടന്നുപോയ ജീവിതം അവർക്ക് ധൈര്യം കൊടുത്തത് ഈ ഒറ്റ കാര്യമാണ്. യോസഫിൻ്റെ ജീവിതത്തിനകത്ത് എന്തായിരിക്കും ധൈര്യം? ഈ ദൈവസാന്നിധ്യമായിരിക്കും, അല്ലേ? ദാനിയേലൊക്കെ നേരിടുന്ന പ്രശ്നം നമ്മളാരും നേരിട്ടിട്ടുണ്ടോ? എപ്പോഴും തല പോകുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിലൂടെ കടന്നു പോവുക. അവരെ ധൈര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് പോയ കാര്യങ്ങളൊക്കെ. ഞാൻ കുറേ മനുഷ്യരെ കണ്ടു. ആ മനുഷ്യരുടെ ജീവിതത്തിനകത്ത് ഞാൻ ഇടപെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭയം തോന്നിയില്ലേ? അവർ പറയുന്നു, ഭയം തോന്നി, എന്നാലും കർത്താവിന് വിട്ട് ഞാൻ പോകത്തില്ല. ഭയമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ കർത്താവ് കൂടെയുണ്ട്, കർത്താവിന് വിട്ടു പോവില്ല എന്ന് പറയാൻ അവർക്ക് എവിടെ നിന്ന് കഴിയുന്നു? ഈ സംഗതി അവർ ദൈവത്തിലുള്ള അവർ ആശ്രയ ബോധത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു റിയാലിറ്റിയാണ്. ഇന്ന് പൽക്കാലം ആരെങ്കിലും ഭയത്തോടെ ഞരക്കത്തോടെയോ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിക്കുക, നമ്മുടെ കൂടെയുള്ള ദൈവം ഒരിക്കലും കൈവിടത്തില്ല. നമ്മളെ കൈവിടുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ ചുറ്റുമുണ്ടാകാം, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് യാഥാർത്ഥ്യങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ നിലനിർത്തുന്നത്, നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നിടത്ത് നമുക്ക് ബലമായി കരം പിടിച്ച് നമ്മൾ നടത്തുന്ന കർത്താവാണ്. ആ ബോധ്യത്തിലാണെന്ന് പൽക്കാലം നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ടത്. കർത്താവേ, എന്നെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയുമെന്ന് ശങ്കിച്ച് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനപ്പുറത്തേക്ക് കടത്തുവാൻ നീ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഭയന്നുപോയി. ആ കടലിൻ്റെ നടുക്ക് അവരുടെ ബോട്ട് ഇളകുകയായിരുന്നു, ആടി ഒലയുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മറിയാമെന്ന് അവർക്ക് തോന്നി, തങ്ങൾ നശിച്ചു പോകുമെന്ന് അവർക്ക് തോന്നി. പക്ഷേ അതിൻ്റെ അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഒന്ന് ശാസിക്കുകയേ വേണ്ടി വന്നുള്ളൂ ആ കാറ്റടങ്ങാൻ. ഇന്ന് പൽക്കാലം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ എത്ര ഇളകിയാലും, നമ്മൾ എത്ര പതറിപ്പോകുമെന്ന് തോന്നിയാലും അവൻ എഴുന്നേറ്റ് ശാസിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുക. ആ കാറ്റും കടലും കോളൊക്കെ അവൻ എപ്പോൾ എഴുന്നേൽക്കുന്നോ അപ്പോൾ അവിടെ ശാന്തമാകും. ഇന്ന് പൽക്കാലം നമ്മൾ ഇവിടുന്ന് വിശ്വാസത്തോടെ കടന്നു പോകണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇളക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ ജയിക്കുവാനുള്ള കൃപ എനിക്ക് തരണം, നിന്നിൽ ഉറയ്ക്കുവാനുള്ള കൃപ എനിക്ക് തരണം, നിൻ്റെ വചനത്തിലുള്ള ധൈര്യം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാവൂ. അതാണ് നമ്മുടെ ജീവിതത്തെ നേരിടാൻ തരുന്ന ദൈവികമായ യാഥാർത്ഥ്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്ട്രെങ്താണ്. നമുക്ക് ബലം വേണം. നമ്മൾ ബലഹീനരായി പോകുന്ന മനുഷ്യരാണ്, അല്ലേ? നമ്മൾ ഒത്തിരി ബലഹീനരാണ്. നമുക്ക് എത്രത്തോളം ബലമുണ്ട്? നമുക്ക് ശാരീരിക ബലം കുറയുമ്പോൾ നമ്മൾ ക്ഷീണിതരാകും, മനസ്സിൻ്റെ ബലം കുറയുമ്പോൾ നമ്മൾ ക്ഷീണിതരാകും. നമ്മൾക്ക് ബലമുണ്ടെന്ന് വിചാരിക്കുന്ന ഒത്തിരി മേഖലകൾ പല ഘട്ടങ്ങളിൽ കുറഞ്ഞു വരുമ്പോഴൊക്കെ നമ്മൾ ക്ഷീണിതരായി പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ബലം ആവശ്യമാണ്. കറേജ് ഉള്ളവനാകാൻ പറയുക, അല്ലേ? കറേജിയസ് ആകാൻ പറയുക പരിശുദ്ധാത്മാവ്. സ്ട്രെങ്ത് ഉള്ളവരാണ്, ബലമുള്ളവരാണ്. നിങ്ങൾ എവിടുന്നാണ് ശക്തി പ്രാപിക്കുന്നത്? നമ്മുടെ ശക്തി എവിടുന്നാണ് വരുന്നത്? നമ്മുടെ ശക്തി വരുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തിയുടെ സോഴ്സാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്നൊരു ശക്തിയുണ്ട്. ദൈവജനം നമുക്ക് തരുന്ന ശക്തിയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുന്ന ശക്തി നമ്മുടെ ലൈഫിനെ ദിനം തോറും നയിക്കുന്ന ശക്തിയാണ്. പൗലോസിൻ്റെ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വചനത്തിൻ്റെ മാസ്മരിക ഇതിൻ്റെ വാക്കുകളുടെ പ്ലേ കൊണ്ടല്ല ഞാൻ വരുന്നത് ശക്തി കൊണ്ടാണ് വരുന്നത് എന്ന് 1-2 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. ദൈവജനത്തിന് ജീവിക്കാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു റിസോഴ്സാണ് ശക്തി, ദൈവിക ശക്തി, ദൈവാത്മാവിൻ്റെ ശക്തി. എന്തായിരിക്കും അതിൻ്റെ കാരണം? എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകുന്നിടത്ത് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമുണ്ട്. ഇതിനെ നീക്കാൻ എൻ്റെ കയ്യിൽ എനിക്ക് ബലമുണ്ടാകണം, ശക്തി ഉണ്ടാകണം. പൗലോസ് പറയാം, നിങ്ങൾ പ്രശ്നത്തിൽ കിടക്കുന്നതിന് കാരണം എന്തറിയുമോ? നിങ്ങൾക്കിനെ മറികടക്കാനുള്ള ശക്തിയില്ല. നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്, നിങ്ങൾ പ്രവചിക്കുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാതെ നിങ്ങൾ തടഞ്ഞു നിൽക്കാൻ കാരണം നിങ്ങൾ ആത്മാവിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ ബലമില്ലാത്തതുകൊണ്ടാണ് ശക്തി. നിങ്ങൾക്ക് ശക്തി വേണം, ബലം വേണം. ഇന്ന് പൽക്കാലം നമ്മുടെ പ്രതിസന്ധികളെ കണ്ട് നമ്മൾ പകച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നാം പ്രാപിച്ച ആ ഒരു പ്രാപിച്ച ശക്തി നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ പ്രാപിച്ച ബലം നമ്മുടെ കൂടെയുണ്ട്.
നമ്മളതിനകത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. സോറി, ഇത് പതിവുള്ളൊരു പണിയല്ല, എന്തൊക്കെയൊരു പ്രശ്നം ഉണ്ടാകുന്നിടത്തുണ്ടെങ്കിൽ. നമ്മളെ ശക്തിപ്പെടുത്തുന്നവൻ നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ വസിക്കുക. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണ്, ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി. നമുക്ക് ശക്തി വേണ്ട ഇടങ്ങളുണ്ട്, ശക്തി വേണ്ട പ്രത്യേക സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ ശക്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത, നമ്മളെ തടയുന്നത് പലതും നമ്മളെ തടയുന്നതിൻ്റെ കാരണം നമുക്ക് നമ്മുടെ ശക്തിയെപ്പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിലുള്ള നമ്മുടെ ഒരു വാക്കുകൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ അഭിഷേകം കൊണ്ട്, നമ്മൾ ദൈവം തന്നിട്ടുള്ള ദൈവീയ സാന്നിധ്യം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നമ്മളിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാതെ വരുന്നതുകൊണ്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഒരു കഥ. ഒരു പോലീസുകാരൻ ചെന്നിട്ട് അവിടുത്തെ റൗഡിയോട് പറയുന്ന കാര്യമാണ്, എടാ നീ സ്റ്റേഷൻ വരെ ഒന്ന് വരണേ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അതോറിറ്റിയും ശക്തിയൊന്നും പ്രയോഗിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ചെന്ന് മറ്റേ പുള്ളി റിക്വസ്റ്റ് ചെയ്യുക, ഒന്ന് സ്റ്റേഷനിലൊന്ന് വരണേ. ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയുമോ? അന്ധകാരത്തെ പോരിടാനുള്ള, ഇരുട്ടിനോട് പോരിടാനുള്ള ശക്തി ഉണ്ടെങ്കിലും നമുക്കത് അറിയാതെ പോകുന്നതുകൊണ്ടാണ്. നമ്മളിൽ ദൈവത്തെ പറഞ്ഞ ശക്തിയുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങൾ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാവുന്ന, നമ്മളിപ്പോൾ സാക്ഷികളാവുന്ന ഒരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തായിരിക്കും, നമ്മുടെ കുടുംബത്തിലായിരിക്കും, നമ്മുടെ ദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ കേരളത്തിനുള്ളിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തോ മറ്റേത് രാജ്യങ്ങളിലാവാം. അവിടെയെല്ലാം ആകുന്നതിൻ്റെ ബേസിക് എന്ന് പറയുന്ന നമ്മുടെ ബലമല്ല, നമ്മളിലുള്ള ദൈവാത്മാവിൻ്റെ ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ശക്തിപ്പെടുവിൻ, ഇനിയും ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുക. അടുത്ത ഒരു എലമെൻ്റാണ് സ്നേഹം. ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പുറകിലൊരു ഫോഴ്സ് ഉണ്ട്, ഒരു റിയാലിറ്റി ഉണ്ട്, ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. അതെന്താണ്? അത് സ്നേഹമാണ്. ദൈവം ചെയ്യുന്ന മുഴുവൻ സ്നേഹത്തിലാണ് ചെയ്തേക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ കൊടുത്തത് സ്നേഹമാണ്, അല്ലേ? ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നത് 10 പ്രാവശ്യം വിളിച്ചു പറഞ്ഞില്ല ദൈവം. അവൻ അടുത്ത ആക്ഷൻ ചെയ്തു, തന്നെത്താനെ കൊടുത്തു, അല്ലേ? അതിൻ്റെ ഏറ്റവും ആഴം അറിയണമെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ ക്രൂശിൽ കാണുമ്പോൾ നമുക്കറിയാം. പിതാവ് നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും രക്ഷിക്കാൻ തയ്യാറാകാത്ത വിധത്തിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു, അല്ലേ? ക്രിസ്തുവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിയാത്തതുകൊണ്ടല്ല, പക്ഷേ അവിടെ സംഭവിക്കുന്നത് മനുഷ്യനെ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ആഴമേറിയ ഒരു ഉദാഹരണമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. നമ്മളങ്ങനെ സ്നേഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനകത്തൊരു സ്നേഹത്തിൻ്റെ എലമെൻ്റ് ഉണ്ടായിരിക്കണം. നീതിയുടെ എലമെൻ്റ് ഇല്ല എന്നല്ല പറയുന്നത്, ആ നീതി നടത്തുമ്പോൾ പോലും ഒരു സ്നേഹമുണ്ടാകണം. ആ സ്നേഹത്തിലാണ് നിലനിൽക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് സ്നേഹം നമുക്ക് ഇന്ന് ആവശ്യമായിട്ട് വരുന്നത് വെച്ചാൽ, ലോകത്തിലുടനീളം പടരുന്ന ഒരു റിയാലിറ്റി ഉണ്ട്, അത് ഹെയ്റ്റാണ്, വെറുപ്പാണ്. വെറുപ്പിൻ്റെ ഒരു വലിയ ഒഴുക്ക് നമ്മൾ ഈ നാളുകളിൽ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരാൾ മറ്റൊരാൾ വെറുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പെട്ടെന്ന് ചേരി തിരിയുന്ന, പെട്ടെന്ന് വെറുപ്പുകൾ ഉളവാക്കുന്ന ഒരു സംസ്കാരത്തിൽ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. അത് പിശാചിൻ്റെ ഒരു എലമെൻറ്റാണ്, തിന്മയുടെ ഒരു എലമെൻറ്റാണ്, ഒരു യാഥാർത്ഥ്യം. അത് പെട്ടെന്ന് വാക്കുകളിൽ പോലും പെട്ടെന്ന് വെറുപ്പ് പടർത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന ഡ്രൈവിംഗ് ഫോഴ്സ്, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമായ, നമ്മുടെ സ്നേഹമല്ല. മനുഷ്യ സ്നേഹങ്ങൾക്ക് പരിമിതിയുണ്ട്, പക്ഷേ ദൈവ സ്നേഹത്തിന് ഒരു പരിമിതിയില്ല. കാരണം അത് എല്ലാവരെയും കാണുന്നത് സ്നേഹത്തിലാണ്. ഒനേസിമോസിൻ്റെയും ഫിലോമോൻ്റെയൊക്കെ ആ ചരിത്രത്തിനകത്ത് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഇതുവരെ അവൻ നമുക്ക് പ്രയോജനമില്ലാത്തവൻ, പക്ഷേ ഇവനിപ്പോൾ ക്രിസ്തുവില്ല, ഇവൻ പ്രയോജനമുള്ളവൻ. ഒരു മനുഷ്യനെ, ഒരു ബന്ധത്തെ, തകർന്നു പോയൊരു ബന്ധത്തെ ഈ ഫിലോമോന് എഴുതുമ്പോൾ പൗലോസ് ഒരു റീഡിഫൈൻ ചെയ്ത് പറയുക. ഇതുവരെ അവൻ പ്രശ്നക്കാരനായിരുന്നു, കുഴപ്പമുള്ളവനായിരുന്നു, പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ അവനെ റീഡിഫൈൻ ചെയ്യുക, ഇവൻ പ്രയോജനമുള്ള, കാരണം അവൻ ക്രിസ്തുവിലുള്ളവനാണ്. ബന്ധങ്ങളെ റീഡിഫൈൻ ചെയ്യുകയും ഒരിക്കൽ കൂടി ആ ബന്ധങ്ങളെ ക്രിസ്തുവിൽ കാണാൻ കഴിയുകയും ചെയ്യും. നമ്മുടെ മാനുഷിക സ്നേഹങ്ങൾക്ക് എപ്പോഴും പരിമിതികളുണ്ട്, അതെപ്പോഴും പരിമിതപ്പെട്ടതാണ്. നമുക്കത് എല്ലായ്പ്പോഴും ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. റിട്ടേൺ തിരിച്ചു വരുന്നതിന് നമ്മളെ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷേ
ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ദൈവസ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴും ദൈവിക പദ്ധതിക്ക് വേണ്ടിയായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ക്രിസ്തു എങ്ങനെ ചെയ്യുന്നു? നാം തിരിച്ച് സ്നേഹിച്ചിട്ടല്ലല്ലോ. ക്രിസ്തുവേശു നാം പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ചു, അല്ലേ? നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ട് അത് നമുക്ക് പ്രധാനമാണ്. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു ഭാഗം റിസോഴ്സ് ഫോർ ഓർഡർലി ലിവിങ്ങാണ്. നമ്മുടെ ജീവിതം സ്പിരിച്വൽ ലിവിങ് ശരിയാവണമെങ്കിൽ ഒരു ഓർഡർ, ഒരു ക്രമം ജീവിതത്തിലുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളത്. ഇതിൻ്റെ വിശദീകരണമൊക്കെ മുന്നേ പറഞ്ഞു പോയതാണ്, പൗലോസ് പറയുന്നുണ്ട്. അതിൽ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനം. ഒന്ന്, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ അവർക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുക, അടങ്ങിയിരിക്കുക എന്നുള്ളത്. നമ്മളൊരു ഡെമോക്രസിയുടെ കാലത്താണ് ജീവിക്കുന്നത്. ഡെമോക്രസി, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും തുല്യതയുള്ള ആ ക്രിസ്തുവിൽ ആരും എന്താ പറയുന്നത്, സ്ത്രീയില്ല, പുരുഷനില്ല, ക്രിസ്തുവിൽ അടിമയില്ല, ഉടമയില്ല, അങ്ങനെയൊക്കെ ആ ഒരു വേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തിനകത്ത്. അപ്പോൾ തന്നെ അത് എഴുതിയ പൗലോസ് തന്നെ മറ്റൊരു ദർശനം പറയുക, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർക്ക് കീഴ്പ്പെട്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ വേലയ്ക്കായി നിയമിക്കപ്പെട്ടവർ, അതിനുവേണ്ടി ഡിവോട്ടഡായ ആളുകൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുക. ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ദൈവപ്രവൃത്തിയുടെ ചില ഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് ക്രമമായി പോകണമെങ്കിൽ ദൈവവേലയ്ക്ക്, ദൈവദാസന്മാർക്ക്, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആരൊക്കെയോ സമർപ്പിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ആ ക്രമത്തിന്, ഓർഡറിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മോശയുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചതാണ്. മോശയോട് ചോദിച്ചു, പെങ്ങൾ ചോദിച്ചു, ഞാൻ കാരണമല്ലേ നീ ജീവിച്ചത്, അല്ലേ? ഞാൻ കാരണമാണല്ലോ നിനക്ക് അമ്മയും ഒക്കെ ജീവിതമൊക്കെ ഉണ്ടായത്. അതായിരുന്നു മിറിയാമിൻ്റെ ഒരു മാനസികാവസ്ഥ. മോശയോട് മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു അപകടം, അവളുടെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. മോശയോട് പിന്നെയും മത്സരിച്ചവരുണ്ട്, കോരഹ്, അവൻ്റെ ആൾക്കാരെല്ലാം ചേർന്ന്. ഞങ്ങളും ഈ പറഞ്ഞ വർഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ്, ഞങ്ങളും നിന്നെ പോലെ ലിവായിറ്റിൽ പെട്ടവരാണ്, എന്തുകൊണ്ടാണ് നിനക്ക് ഇതിന് മാത്രം പ്രാധാന്യം? അത് ദൈവമാണ് പ്രൂവ് ചെയ്യേണ്ടി വന്നത്. ആ പ്രൂവ് ചെയ്യൽ കുറേ കഷ്ടമായി പോയി. മണ്ണിൽ ഭൂമി പിളർന്നു പോകേണ്ടി വന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവം ചില ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യും, ചില ആളുകൾ അതിനുവേണ്ടി നിയമിക്കുകയൊക്കെ ചെയ്യും. നമ്മളപ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാൻ ശീലിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു സ്ഥാപനത്തിൽ ദീർഘകാലങ്ങൾ പഠിപ്പിക്കുകയും ഒത്തിരി കാര്യങ്ങൾക്കകത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പഠിക്കാനായിട്ട് പിന്നെ എന്നെ ഡോക്ടർ സ്റ്റഡിക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അതോറിറ്റി ആരെന്നുള്ളത് ആ നിശ്ചയത്തിൽ ഒരിക്കലും പ്രയാസം വരുത്താത്തതിൽ പോകാൻ എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊത്തിരി എക്സ്പീരിയൻസസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ദൈവപ്രവൃത്തിയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ വളരെ വാച്ച്ഫുള്ളായിരിക്കണം. ദൈവിക അധികാരങ്ങൾ വിട്ടുകൊള്ളുക. ദൈവിക ക്രമങ്ങളെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ ദൈവപ്രവൃത്തിയുടെ ഭാഗമാകാൻ നമുക്ക് പറ്റില്ല, അത്രേ ഉള്ളൂ. ദൈവം നമ്മളതിനകത്ത് ഉൾപ്പെടുത്തില്ല. ഇസ്രായേൽ ജനത്തെ 40 വർഷക്കാലത്തെ അനുഭവങ്ങൾക്ക് ശേഷം അവർ യോർദാൻ കടക്കുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യകാലത്ത് പിറുപിറുക്കുന്ന, വഴക്കുണ്ടാകാതെ തമ്മിലടിക്കുന്ന ഒരു കൂട്ടം അടിമകളെയല്ല നമ്മൾ കാണുന്നത്. ക്രമമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സമൂഹത്തെയാണ്. ആരാദ്യം പോകുന്നത്? യോർദാൻ ക്രോസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ. അവർ തൊട്ടുപുറയൊന്നും പടയാളികൾക്ക് പോകാൻ കഴിയില്ല, ഒരു നിശ്ചിത ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഡിസ്റ്റൻസിന് ശേഷമേ അടുത്ത യോദ്ധാക്കളായ ആളുകൾ, പടയാളികൾ അടുത്ത ആർമിക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അതിന് പിന്നാലെ മാത്രമേ മറ്റുള്ളവർക്ക് പോകാൻ കഴിയൂ. ഒരു ക്രമത്തെ ദൈവം ക്രമീകരിക്കുന്നുണ്ട്, ഒരു ക്രമത്തെ ദൈവം ഉണ്ടാക്കുന്നുണ്ട്. ആ ക്രമത്തിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു പലപ്പോഴും വേർപെട്ട സമൂഹങ്ങൾക്കിടയിലുണ്ടായ ഒരു അപകടം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക, കേൾക്കുന്നതും പറയുന്നതുമായ പല അപകടങ്ങളുടെയും പിറകിൽ ഈ ക്രമമില്ലായ്മയുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. എല്ലാവരും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഉണ്ടായൊരു അപകടം എന്നറിയുമോ? നമ്മുടെ ആത്മീയ ജീവിതം കുഴഞ്ഞു, ബന്ധങ്ങൾ കുഴഞ്ഞു, ജീവിതം കുഴച്ചില്ലായി. ഇപ്പോൾ ആരാണ് പറയുന്നത് ആത്യന്തികം, ആര് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്നറിയാൻ പാടില്ലാത്ത പല സമൂഹങ്ങൾ കുഴപ്പത്തിലാകുന്നത് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ പോലും. വേർപെട്ട സമൂഹങ്ങളിൽ നടക്കുന്ന ഈ പ്രതിസന്ധികളുടെ കാരണം എന്താണെന്നറിയാമോ? ക്രമങ്ങളില്ലാതായി, ദൈവിക ക്രമങ്ങളെ നമ്മൾ പാലിക്കാതെ എല്ലാവനും എല്ലാമായത് ഒരു അപകടമുണ്ട്. ഞാനിങ്ങനെ
പണ്ട് വായിച്ചിട്ട്, പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു പ്രശസ്തനായ ഫിലോസഫറിനെ ബേസ് ചെയ്തിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ലോക ചരിത്രത്തിന് 3 ഏടുകളുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് അറിവുള്ള ജ്ഞാനികളായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ പോലുള്ള ജ്ഞാനികൾ സംസാരിച്ചു, മറ്റുള്ളവരിരുന്ന് കേട്ടു, കൊള്ളാം, നല്ല കാര്യം, അവരത് കേൾക്കാൻ തയ്യാറായി. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് വായിച്ചെങ്ങനെയാണ്, രണ്ടാം ഘട്ടത്തിൽ എല്ലാവർക്കും തോന്നി തുടങ്ങി, എനിക്കും കുറച്ച് വിവരമുണ്ട്, എനിക്കും കുറച്ച് അറിവുണ്ട്, ഞാനും ബുദ്ധിമാനും, എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും സംസാരമായി, ഒരു ബഹളം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അടുത്ത ഘട്ടം വന്നപ്പോൾ, ഇപ്പോഴത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ബുദ്ധിമാന്മാർ മിണ്ടാതിരിക്കുകയും മണ്ടന്മാർ സംസാരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നിപ്പോവും, ഈ ഫേസ്ബുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചില സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഈ പറച്ചിലും കേൾവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോവും. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ക്രമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഓർഡറുകളുണ്ട്. അത് മനസ്സിലാക്കാതെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകൽ ഇച്ചിരി പ്രയാസമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഉള്ളിൽ മറുതലിപ്പുകളുള്ളൊരു വ്യക്തിയായിരുന്നു, എതിർക്കുന്ന മനോഭാവമുള്ള, ശൈലിയുള്ള, സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവാത്മാവ് എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഈ ക്രമങ്ങളെ പറ്റിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വേദനപ്പെട്ടിട്ടുള്ളതും സങ്കടപ്പെട്ടിട്ടുള്ളതും ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ജീവിതത്തിനകത്തൊരു ക്രമം ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, 17-ാം വാക്യത്തിലാണ് പറയുന്നത്. 18-ാം വാക്യത്തിൽ 2 പേരെ പറ്റി പറയുക, സ്തഫനാസും ഫോർത്തുനാത്തോസും അർഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുള്ളൂ. ചില ആളുകളെ നമ്മൾ അക്നോളജ് ചെയ്യണം, അവരെ മാനിക്കണം. ആരാണ്? റിഫ്രഷ് ചെയ്യുന്നവരെ. സഭയ്ക്കകത്തുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് മറ്റുള്ള റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്യുക എന്ന് പറയുന്നതിന് ഞാൻ ഒന്ന് വായിച്ച് നോക്കി, എനിക്ക് മനസ്സിലായത്, ഒന്ന് ആക്റ്റീവ് ലിസണിങ്, അത് റിഫ്രഷ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സർവീസ് ചെയ്യുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്നത്, അതൊരു നല്ല ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. ശരിയായ അഫർമേഷൻ, പോസിറ്റീവ്ലി നിങ്ങളൊരു നല്ലൊരു കാര്യം ചെയ്തു, നല്ലതായിട്ട്, ഭംഗിയായി, നല്ലതായിട്ട് പാടി, നല്ലതായി പ്രസംഗിച്ചു, നല്ലതായിട്ട് നിങ്ങൾ ഇടപെട്ടു, നന്നായി നിങ്ങളത് ചെയ്തു, നന്നായിട്ട് തൂത്തു തുടച്ചു, ഇതൊക്കെ പറയുന്ന ഒരു അഫർമേഷൻ്റെ വാക്ക് എന്താണ് പറയുന്നത്, ഒരു റിഫ്രഷിങ് ആക്റ്റാണെന്നാണ് പറയുന്നത്. അടുത്തത് സിമ്പിൾ ജോയ്. ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരു സ്മൈലായിരിക്കും ഒരാളെ ആശ്വസിപ്പിക്കുക. ചിലപ്പോൾ നമ്മളൊന്ന് സ്പർശിക്കുന്ന, ഹഗ് ചെയ്യുന്നതായിരിക്കും മറ്റൊരാളെ ആശ്വസിപ്പിക്കുക, മറ്റൊരാളെ ബലപ്പെടുത്തുന്നത്. അതൊക്കെ റിഫ്രഷിങ് ആക്ടിവിറ്റീസാണ്. അതുപോലെ തന്നെ ജനറോസിറ്റി, നമ്മുടെ സമയം കൊടുക്കുക, നമ്മുടെ റിസോഴ്സുകളെ കൊടുക്കുക, നമ്മുടെ കയ്യിലുള്ളതിനെ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു 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 എന്താ പറയുക, റിഫ്രഷിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ചർച്ചിനെ നിലനിർത്തുന്നതും ചർച്ചിനെ മുന്നോട്ട് ലൈവ് ആക്കുന്നതും ഇത്ര റിഫ്രഷ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകളുണ്ട്. അദ്ദേഹം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളാൽ വന്ന കുറവ് ഇവരെ നികത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അബിഗയിലിൻ്റെ ചരിത്രം അറിയാമല്ലോ. അവളുടെ ഭർത്താവ് ദാവീദിനെതിരെ മത്സരിച്ച് നിന്ന, പക്ഷേ അബിഗയിൽ ബുദ്ധിയുള്ള വിമൺ ആയതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, അവൾ കുറേ ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കഴുതപ്പുറത്ത് നിന്ന് അവനെ എതിരേറ്റ് എന്ന് ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത്. റിഫ്രഷ് ചെയ്യുന്ന ആളുകൾ സഭയ്ക്കകത്തുണ്ടാകണം. അപ്പോഴാണ് സഭയ്ക്കകത്തൊരു ജീവൻ നിലനിൽക്കത്തുള്ളൂ. ചില മുറിവുകൾ ഉണങ്ങിപ്പോവും, ചില വേദനകൾ മാറിപ്പോവും, ചില നിരാശകൾ മാറിപ്പോവും, ചില അസ്വസ്ഥതകൾ ഒഴിവായി കിട്ടും, ചില ബന്ധങ്ങളുടെ അകൽച്ചകൾ മാറിക്കിട്ടും. ഈ റിഫ്രഷിങ് ഒരു നല്ല ഒരു മിനിസ്ട്രിയാണ്. റിഫ്രഷ് ചെയ്യുന്നവരെ നിങ്ങൾ അംഗീകരിക്കണം, നമ്മൾ അംഗീകരിക്കണം. അതിന് നല്ല ക്വാളിറ്റി ആയിട്ട്, ഒരു റിസോഴ്സായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ നിറഞ്ഞെഴുതുക. ഇന്ന് പകൽക്കാലം നമുക്ക് 2 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒന്ന്, എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ധൈര്യവും ശക്തിയും വിശ്വാസവും ഞാൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 2, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരനുസരണത്തിന് കീഴ്വഴക്കത്തിൻ്റെയും ഒരു ജീവിതം. രണ്ടാമത്തെ കാര്യം, മറ്റൊന്നൊരു നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന ഒരു മിനിസ്ട്രി, റിഫ്രഷ് ചെയ്യുന്ന ഒരു അനുഭവം, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുന്നൊരു മനസ്സ്. ഇതൊക്കെ ഒരു സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തും, ഒരുമിച്ച് വളരാൻ സഹായിക്കും. ആത്മാവിൽ ജീവിതം വർദ്ധിക്കുകയും വളരുകയും പുഷ്ടിപ്പെടുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സഭയ്ക്കകത്ത് വേണം. ഇന്ന് പൽക്കാലം നമുക്ക് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ഞാൻ ഏത് വിധത്തിൽ നിനക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി നമുക്ക് കിട്ടും? എൻ്റെ വിശ്വാസത്തിൽ കുറവുണ്ടോ? എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടോ? എൻ്റെ ബലം കുറഞ്ഞു ക്ഷയിച്ചു പോകുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുക. ഒരു നിമിഷം.